കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നാം 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഓഫ് മെനി ഹ്യൂസ്. എന്താണ്? ഓഫ് മെനി ഹ്യൂസ്, നിരവധി നിറങ്ങളിൽ. നിരവധി നിറങ്ങളിൽ. മെനി എന്ന് പറഞ്ഞാൽ നിരവധി, മെനി എന്ന് പറഞ്ഞാൽ നിരവധി, ഹ്യൂസ് നിറങ്ങൾ, ഹ്യൂസ് നിറങ്ങൾ. അപ്പോൾ നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഓഫ് മെനി ഹ്യൂസ്, നിരവധി നിറങ്ങളിൽ. തൊട്ട് താഴെ നമുക്കൊരു ചിത്രം കാണാം. ചിത്രത്തിൽ വിവിധ ആളുകളെയും അതുപോലെ വിവിധ രൂപങ്ങളെയും കാണാം. അതായത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ആളുകളും അതുപോലെ വ്യത്യസ്ത രൂപങ്ങളുമെല്ലാം പല രാജ്യത്തിൻ്റെയും പ്രതീകങ്ങളാണല്ലേ, പല രാജ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അതായത് അവിടുത്തെ രീതിയെയാണ് ഈ ഒരു ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യത്തിലും ഒരുപോലെയാണ് ആളുകൾ താമസിക്കുന്നത് അല്ല, പല രാജ്യത്തും പല രീതിയിലാണ് ആളുകൾ താമസിക്കുന്നത്. അതുപോലെ അവരുടെ ഭാഷയും വ്യത്യസ്തമാണ്. അതാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു വചനം തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ ഈ ഒരു വൈവിധ്യത്തിൽ സൗന്ദര്യവുമുണ്ട് അതുപോലെ ശക്തിയുമുണ്ട്. സത്യമല്ലേ? നമ്മുടെ ഈ ഒരു വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ സൗന്ദര്യമുണ്ട് അല്ലേ? നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ സൗന്ദര്യമില്ലേ? അതുപോലെ നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ സൗന്ദര്യമുള്ളതുപോലെ അവിടെ ശക്തിയുമുണ്ട്. എന്തുമുണ്ട്? ശക്തിയുമുണ്ട്. ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ, ദർ ഈസ് ബ്യൂട്ടി, അവിടെ സൗന്ദര്യമുണ്ട്, ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്, അവിടെ ശക്തിയുമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് മായ ഏഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആരാണ്? മായ ഏഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ 2ാമത്തെ പേജിൽ നമുക്കിവിടെ തുടക്കത്തിൽ ദ ഡോർവേ എന്ന് കാണാം. എന്താ കാണാൻ സാധിക്കുന്നത്? ദ ഡോർവേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാതിൽപ്പടി എന്നാണ് അർത്ഥം. അതായത് ഒരു പുതിയ തുടക്കം. നമ്മൾ ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകും? ഒരു വാതിലുണ്ടാകും. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ദ ഡോർവേ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം. നമുക്കവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ചിത്രത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ? എന്തൊക്കെ ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? 1ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും നിൽക്കുന്നുണ്ടല്ലേ? എന്നിട്ട് മേശയുടെ നടുവിലായിട്ട് ഒരു ഗ്ലോബും അതുപോലെ ഒരു പുസ്തകവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിലേക്ക് നോക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവർ കൂട്ടത്തോടെ പഠിക്കുകയാണല്ലേ? എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളെക്കുറിച്ചിട്ടും ആ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെക്കുറിച്ചിട്ടുമാണ് ഇവർ പഠിക്കുന്നത്. പിന്നെ 2ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ കുട്ടികളെല്ലാം ഒരേ രാജ്യത്ത് നിന്നാണ് വന്നതെന്ന്? ഒരിക്കലുമില്ലല്ലേ. കാരണം എന്താണ്? ഇവരുടെ എല്ലാം നിറങ്ങളിലും അതുപോലെ രൂപങ്ങളിലും വ്യത്യാസമുണ്ട്. അതായത് ഇവർ പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഒരു രാജ്യത്ത് നിന്ന് വന്നവരാണോ? അല്ല അല്ലേ, ഇവർ പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് തൊട്ട് മുകളിലായിട്ടൊരു പെട്ടിക്കോളം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെട്ടിക്കോളം നമുക്ക് വായിച്ചു നോക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി, നിങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോയാൽ ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറും. തീർച്ചയായും മാറും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മാറിയാൽ നമ്മുടെ ജീവിതശൈലി മാറും. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അനുഭവപ്പെടാറുള്ളത്? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. ഇവിടെ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറി പാർത്തു. അപ്പോൾ അവളുടെ ഈ ഒരു കഥയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അവൾ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് പോയൊരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു കഥയിൽ നമ്മൾ പഠിക്കുന്നത്.
ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ. ആദ്യം അവൾ നിന്നിരുന്ന സ്ഥലത്തിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരുന്നു ഇപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലം. അതായത് ആദ്യം അവൾ കേരളത്തിലായിരുന്നു താമസിച്ചിരുന്നത്. കേരളത്തിലേതുപോലെയുള്ള ജീവിതശൈലിയെ അല്ല അവൾ അമേരിക്കയിലേക്ക് വന്നപ്പോൾ അവളുടെ ജീവിതശൈലി ആകെ മാറി, അവളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കും ആകെ മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് നെയിംസ് ആൻഡ് നെയിംസ്. എന്താണ് നെയിംസ് ആൻഡ് നെയിംസ്? പേരുകളും പേരുകളും. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗം വായിച്ചാലോ. കുൻഹിചിരിത സ്റ്റുഡ് അറ്റ് ദി ഗേറ്റ് ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്. കുൻഹിചിരിത സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ് ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്. തെരുവിലേക്ക് നോക്കിക്കൊണ്ട് കുൻഹിചിരിത ഗേറ്റിൻ്റെ അടുത്ത് നിന്നു. കുൻഹിചിരിത സ്റ്റുഡ്, കുൻഹിചിരിത നിന്നു. അറ്റ് ദ ഗേറ്റ്, ഗേറ്റിൻ്റെ അടുത്ത്. ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്, ഗേസിംഗ് അറ്റ് ദ സ്ട്രീറ്റ്. ഗേസിംഗ് നോക്കിക്കൊണ്ട്, അറ്റ് ദ സ്ട്രീറ്റ് തെരുവിലേക്ക്. അപ്പോൾ തെരുവിലേക്ക് നോക്കിക്കൊണ്ട് കുൻഹിചിരിത ഗേറ്റിൻ്റെ അടുത്ത് നിന്നു. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. ഷീ ലവ്ഡ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു, ഷീ ലവ്ഡ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. ടു ലുക്ക് നോക്കാൻ വേണ്ടിയിട്ട്, അറ്റ് പാസിംഗ് വെഹിക്കിൾസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെയും, പെഡസ്ട്രിയൻസ് അതുപോലെ കാൽനട യാത്രക്കാരെയും. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാൽനട യാത്രക്കാർ. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ കുൻഹിചിരിത കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെയും അതുപോലെ കാൽനട യാത്രക്കാരെയും നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ, ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അത് ശൈത്യകാലത്തിൻ്റെ അവസാനമായിരുന്നു, അത് ശൈത്യകാലത്തിൻ്റെ അവസാനമായിരുന്നു. ഇറ്റ് വാസ് ഇതായിരുന്നു. ദ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം, എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം. ഓഫ് വിൻ്റർ ശൈത്യകാലത്തിൻ്റെ. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ അവസാനമായിരുന്നു അത്. ദ എയർ വാസ് വാമിംഗ് അപ്പ്. വായു ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വായു ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വായു. വാസ് ആയിരുന്നു, വാമിംഗ് അപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുക. ബട്ട് പക്ഷേ, ദർ വാസ് ദ സ്റ്റിൽ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. അവിടെ അപ്പോഴും ഇടയ്ക്കിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. അപ്പോഴും അവിടെ ആ ഇടയ്ക്കിടെയുള്ള തണുത്ത കാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ എന്താണ് ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ? ഇടയ്ക്കിടെ. കോൾഡ് വിൻഡ് തണുത്ത കാറ്റ്. അപ്പോൾ ഇടയ്ക്കിടെ തണുത്ത കാറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിലുള്ള ഒരു കോൾഡ് വിൻ്റർ ആയിരുന്നു ഇത്. അതായത് ഒരു ശൈത്യകാലമായിരുന്നു അത്. ന്യൂ ജേഴ്സിയിലെ ഒരു ശൈത്യകാലമായിരുന്നു അത്. ന്യൂ ജേഴ്സി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ് ന്യൂ ജേഴ്സി. ഇറ്റ് വാസ് ഓൺലി 5. ഇപ്പോൾ 5 മണിയായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ഓൺലി 5. ഇപ്പോൾ 5 മണിയേ ആയിരുന്നുള്ളൂ. ബട്ട് ദ നൈറ്റ് ഹാഡ് ഫാളൻ. പക്ഷേ രാത്രി വന്നു തുടങ്ങി. ഫാളൻ എന്ന് പറഞ്ഞാൽ വന്നു തുടങ്ങി. ഫാളൻ വന്നു തുടങ്ങി. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ 5 മണി ആയാൽ രാത്രിയാകാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ അവിടെ അമേരിക്കയിൽ 5 മണി ആയപ്പോഴത്തേക്കും രാത്രിയായി. ബട്ട് നൈറ്റ് ഹാഡ് ഫാളൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൈറ്റ് വന്നു. ദ വേരിയിങ് ലെങ്ത് ഓഫ്, പിന്നെ തൊട്ട് താഴെ പറയുകയാണ്, ദ വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺ ഹാഡ് പസിൽഡ് കുൻഹിചിരിത. The varying length of day and night across seasons had puzzled കുൻഹിചിരിത. മാറിക്കൊണ്ടിരിക്കുന്ന പകലിൻ്റെയും രാത്രിയുടെയും നീളം നമ്മുടെ കുൻഹിചിരിതയുടെ കൺഫ്യൂഷനാക്കി. കാലങ്ങൾക്കനുസരിച്ചിട്ട് രാത്രിയുടെയും പകലിൻ്റെയും ലെങ്ത്, അതായത് നീളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുൻഹിചിരിതയുടെ കൺഫ്യൂഷനാക്കി, നമ്മളെ കുൻഹിചിരിതയെ കൺഫ്യൂഷനാക്കി. ദ വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, മാറിക്കൊണ്ടിരിക്കുന്ന രാത്രിയുടെയും പകലിൻ്റെയും നീളം. വേരിയിങ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക, ലെങ്ത് നീളം. അക്രോസ് സീസൺസ്,
കാലങ്ങൾക്കനുസരിച്ച്, എക്രോസ് സീസൺസ്, കാലങ്ങൾക്കനുസരിച്ച്. സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം. ഹാഡ് പസൽഡ് കുൻഹിച്ചിരുത, അത് കുൻഹിച്ചിരുതയെ കൺഫ്യൂഷനാക്കി, അത് കുൻഹിച്ചിരുതയെ കൺഫ്യൂഷനാക്കി. പസൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷനാക്കി. വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ, വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ, അവൾ ജൂലൈയിലെത്തിയപ്പോൾ, അതായത് ജൂലൈ എന്ന് പറഞ്ഞാൽ ഒരു മാസമല്ലേ മക്കളെ, അപ്പം ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള മാസത്തിൽ അവൾ എത്തിയപ്പോൾ, അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എത്തുക. ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30, സൺ അസ്തമിച്ചിരുന്നത്, അതായത് സൂര്യൻ അസ്തമിച്ചിരുന്നത് 8:30 നമ്മുടെ ഇവിടെ കേരളത്തിൽ 8:30 രാത്രി ആയിരിക്കുമല്ലേ, അപ്പോൾ അവിടെ സൂര്യൻ അസ്തമിക്കുന്നത് 8:30 സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സൺസെറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുക. 8:30 8:30. അപ്പോൾ അമേരിക്കയിൽ ജൂലൈ എന്നുള്ള മാസം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചത് 8:30. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. ആ ഒരു സമയത്ത് പകൽ 15 മണിക്കൂറിലേക്കാളും ദൈർഘ്യമുണ്ടായിരുന്നു, 15 മണിക്കൂറിലധികവും ദൈർഘ്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഡേ വാസ് പകലായിരുന്നു, മോർ ദാൻ കൂടുതൽ, 15 hours ലോങ് 15 മണിക്കൂറിനേക്കാൾ ദൈർഘ്യം. അപ്പോൾ 15 മണിക്കൂറിനേക്കാൾ ദൈർഘ്യമുള്ളതായിരുന്നു ആ ഒരു സമയത്തിലുള്ള ദിവസം. നൗ ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. പക്ഷെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് 5 മണിക്ക് കുറച്ച് മുമ്പായിട്ടാണ്. അതായത് ജൂലൈയിൽ സൂര്യൻ അസ്തമിച്ചത് 8:30 8:30 ആയപ്പോഴാണ്. പക്ഷേ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതോ 5 മണിക്ക് കുറച്ച് മുമ്പായിട്ട് സൂര്യൻ അസ്തമിക്കുകയാണ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ദ സൺ സെറ്റ്, സൂര്യൻ അസ്തമിച്ചു. എ ലിറ്റിൽ ബിഫോർ 5, 5 മണിക്ക് കുറച്ച് മുമ്പായിട്ട്. ലിറ്റിൽ കുറച്ച്, ലിറ്റിൽ ബിഫോർ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പായിട്ട്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ഇപ്പോൾ പകൽ ആകെ 10 മണിക്കൂറിന് കുറഞ്ഞ് മാത്രമേ ദൈർഘ്യമുള്ളൂ. ഇപ്പോൾ പകൽ 10 മണിക്കൂറിൽ കുറവ് മാത്രമേ ദൈർഘ്യമുള്ളൂ എന്ന് പറയുകയാണ്. ദ ഡേ ലാസ്റ്റേഴ്സ്, പകൽ നീണ്ടു നിൽക്കുന്നു. ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours, 10 മണിക്കൂറിനേക്കാളും കുറച്ച് കുറവായിട്ട് മാത്രം. അപ്പോൾ 10 മണിക്കൂറിനേക്കാളും കുറച്ച് കുറവായിട്ട് മാത്രമേ ഇപ്പോൾ പകൽ നീണ്ടു നിൽക്കുന്നുള്ളൂ എന്ന് നമ്മുടെ കുൻഹിച്ചിരുത പറയുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് അവൾ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്ത് ശബ്ദമാണെന്നറിയോ? കുൻഹി ചീറായോധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദമാണ്. കുൻഹി ചീറായോധ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലല്ലേ? കുൻഹി ചിരുതയുടെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള ഗേറ്റ് ഇങ്ങനെയാണ് വിളിക്കാറുള്ളത്, കുൻഹി ചീറായോധ. കാരണം എന്തെന്നാൽ അമേരിക്കയിലുള്ള ആർക്കും ഇവളുടെ പേര് ശരിക്കും വിളിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇവളുടെ സുഹൃത്തായിട്ടുള്ള ഗേറ്റ് പെട്ടെന്ന് ഇവളെ കുൻഹി ചീറായോധ എന്ന് വിളിക്കുകയാണ്. കുൻഹി ചിരുത വാസ് സ്റ്റാർട്ടേഡ്. അപ്പോൾ കുൻഹി ചിരുത ഞെട്ടിപ്പോയി, കുൻഹി ചിരുത ഞെട്ടിപ്പോയി. സ്റ്റാർട്ടേഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവുക. ഓക്കെ, ഞെട്ടുക എന്നാണ് അർത്ഥം. ദാറ്റ് വാസ് ഗേറ്റ്, അത് ഗേറ്റ് ആയിരുന്നു. ഹെർ ക്ലാസ്മേറ്റ്, അവളുടെ സഹപാഠി. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സഹപാഠി. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അവൾ ജീവിച്ചിരുന്നത് ആ ഒരു തെരുവിൻ്റെ കുറച്ചപ്പുറത്തായിട്ടായിരുന്നു. ആ ഒരു തെരുവിൻ്റെ കുറച്ചപ്പുറത്തായിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. ലിവ്ഡ് എന്ന് പറഞ്ഞാൽ താമസിക്കുക. ഓക്കെ, ജസ്റ്റ് അക്രോസ് കുറച്ചപ്പുറത്തായിട്ട്. ജസ്റ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ കുറച്ചപ്പുറത്തായിട്ട്. സ്ട്രീറ്റ് തെരുവ്. ഹോ നോട്ട് അഗെയിൻ, ഓ വീണ്ടും അങ്ങനെയല്ല. കുൻഹി ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. അവളുടെ ശ്വാസത്തിനടിയിലായിട്ട് അവൾ അവളോട് തന്നെ പറഞ്ഞു. കുൻഹി ചിരുത അവളോട് തന്നെ പറഞ്ഞു. കുൻഹി ചിരുത സെഡ്, കുൻഹി ചിരുത പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ടു ഹെർ സെൽഫ് അവളോട് തന്നെ. ഹെർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം. അണ്ടർ ഹെർ ബ്രീത്ത് അവളുടെ ശ്വാസത്തിനടിയിലായിട്ട്. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. എപ്പോഴാണ് അവൾ എൻ്റെ പേര് ശരിക്കുച്ചരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക? വെൻ വിൽ ഷീ ലേൺ, എപ്പോഴാണ് അവൾ പഠിക്കുക? ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ടു പ്രൊനൗൺസ് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. മൈ നെയിം റൈറ്റ്ലി, എൻ്റെ പേര് ശരിക്ക്. അപ്പോൾ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക, പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. റൈറ്റ്ലി എന്ന് പറഞ്ഞാൽ ശരിക്ക്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക്. അപ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് കുൻഹി ചിരുതയും അതുപോലെ അവളുടെ ഫ്രണ്ടിനെ കാണാമല്ലേ. പിന്നെ നൽകിയിട്ടുണ്ട്
This was her 6th month at school. This was her 6th month at school. ഇത് അവളുടെ സ്കൂളിലെ 6ാമത്തെ മാസമായിരുന്നു. 6th month എന്ന് പറഞ്ഞാൽ 6ാമത്തെ മാസം. 6th month എന്ന് പറഞ്ഞാൽ 6ാമത്തെ മാസം. ബാക്ക് ഇൻ കേരള, കേരളയിൽ നിന്നും തിരിച്ചെത്തിയതിന് ശേഷം ഷീ ഹാഡ് ഓൺലി ലേൺഡ്, അവൾ ആകെ പഠിച്ചത്, ലേൺഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ, പ്ലേ സ്കൂളിൽ നിന്നും കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമായിരുന്നു അവൾ പഠിച്ചിരുന്നത്. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, ഇംഗ്ലീഷ് റൈംസ്, ഇംഗ്ലീഷ് ബാലപാട്ടുകൾ, ഇംഗ്ലീഷ് റൈംസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബാലപാട്ടുകൾ, റൈംസ് എന്ന് പറഞ്ഞാൽ ബാലപാട്ടുകൾ. അപ്പോൾ ഈ ബാലപാട്ടുകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള പാട്ടില്ലേ, അത് ഇംഗ്ലീഷിലുള്ള ഒരു ബാലപാട്ടാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു പാട്ടാണല്ലേ അത്. അപ്പോൾ അവൾ ഇതുപോലെയുള്ള പാട്ടുകൾ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ അമേരിക്കയിലേക്ക് പോയപ്പോൾ അവൾക്ക് ആകെ എന്തേ അറിയുള്ളൂ? ഇതുപോലെയുള്ള ഇംഗ്ലീഷ് റൈംസ് മാത്രമേ അവൾക്ക് അറിയുകയുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ നൽകിയിട്ടുള്ളത്? ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ്, പക്ഷെ അവൾ പഠിച്ചെടുത്തു. ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ്, പക്ഷെ അവൾ പഠിച്ചെടുത്തു. പിക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുത്തു. ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്, ഇംഗ്ലീഷ് ഒരു നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വേഗത്തിൽ അവൾ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമേസിങ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന, സ്പീഡ് വേഗത്തിൽ. ഹർ ക്ലാസ്മേറ്റ് ആൻഡ് ടീച്ചേഴ്സ്, അവളുടെ സഹപാഠികളും അതുപോലെ അധ്യാപകരും വെർ വെരി കൈൻഡ്, അവർ വളരെയധികം ദയുള്ളവരായിരുന്നു. കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയ. ആൻഡ് ഹെൽപ്ഫുൾ, ഉപകാരപ്രദമുള്ളവരുമായിരുന്നു. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ, അവൾക്ക് അതൊന്നും ഒരു അപരിചിതമായിട്ട് തോന്നിയിരുന്നില്ല. ഫീൽ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക, സ്ട്രേഞ്ചർ അപരിചിതം. അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ, ആ സ്കൂളിലുള്ള എല്ലാം. അപ്പോൾ ആ ഒരു സ്കൂളിലുള്ള എല്ലാം ഒരു അപരിചിതമായിട്ടൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല എന്നാണ് പറയുന്നത്. മിസ്റ്റർ ഹോപ്കിൻസ്, മിസ്റ്റർ ഹോപ്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആളാണ്. ഹൂ ടൗട്ട് മാത്തമാറ്റിക്സ്, അയാൾ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. മാത്തമാറ്റിക്സ് എന്താണ്? ഗണിതമാണ് പഠിപ്പിക്കുന്നത്. വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ, അവളെ സുഖപ്രദമാക്കാൻ വേണ്ടിയിട്ട് അയാൾ സഹായിക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥം. അവളെ സുഖപ്രദമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ അവൾ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് പല ആശങ്കകളുണ്ടാകും. അപ്പോൾ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് അവളുടെ മാത്സ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഹോപ്കിൻസ് അവളെ സഹായിച്ചു എന്നാണ് അർത്ഥം. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ സുഖപ്രദം എന്നാണ് അർത്ഥം. The only thing that upset her was the way her classmate pronounced her name. അവളെ ആകെ സങ്കടപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ അവളുടെ സഹപാഠികൾ അവളുടെ പേര് പ്രൊനൗൺസ് ചെയ്തതിനെ കുറിച്ചിട്ടായിരുന്നു അവൾ വിഷമിച്ചിരുന്നത്. അതായത് അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം അവളുടെ പേര് ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം തോന്നാറുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് പോലും അവളുടെ പേര് ശരിക്കും ഉച്ചരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഓൺലി തിങ്, ഒരേ ഒരു കാര്യം, ദാറ്റ് എന്തെന്ന് വെച്ചാൽ അപ്സെറ്റ് ഹെർ, അവളെ സങ്കടപ്പെടുത്തിയത്. അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുത്തുക, അപ്സെറ്റ് സങ്കടപ്പെടുത്തുക. വാസ് ദ വേ, അത് വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം, അവളുടെ സഹപാഠികൾ അവളുടെ പേര് ഉച്ചരിച്ചിരുന്ന രീതിയായിരുന്നു. വാസ് ദ വേ, രീതി ആയിരുന്നു എന്നാണ് അർത്ഥം. വേ എന്ന് പറഞ്ഞാൽ രീതി. ക്ലാസ്മേറ്റ്സ് സഹപാഠികൾ. പ്രൊനൗൺസ്ഡ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. ഹെർ നെയിം അവളുടെ പേര്. നെയിം എന്ന് പറഞ്ഞാൽ പേര്. ഈവൻ മിസ്റ്റർ ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്, അവളുടെ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഹോപ്കിൻസിന് പോലും അവളുടെ പേര് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. ഈവൻ മിസ്റ്റർ ഹോപ്കിൻസിന് പോലും ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട്, അവളുടെ പേര് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് കാണപ്പെട്ടു. ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ട്. ടു പ്രൊനൗൺസ് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. ഷീ ഡിഡ് ട്രൈ ടു, എന്നിരുന്നാലും അവൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ് മക്കളെ? എന്നിരുന്നാലും അവൾ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം അവളുടെ പേര് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഷീ മാനേജ്ഡ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. ഇവിടെ ഷീ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഗേറ്റാണ്.
കുൻഹിസിരുതയുടെ ഫ്രണ്ടായിട്ടുള്ള ഗേറ്റില്ലേ, നേരത്തെ കുൻഹിച്ചിറായോ എന്ന് വിളിച്ചില്ലേ, അവളാണ് ഇവിടെ ഷീ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷീ മാനേജ്ഡ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. എന്നാലും അവൾ എങ്ങനെയൊക്കെയോ അവളുടെ പേരിൻ്റെ അവസാന ഭാഗം ശരിക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഷീ മാനേജ്ഡ്, അവൾ ശ്രമിച്ചു, ടു ഗെറ്റ്, കിട്ടാൻ വേണ്ടിയിട്ട്, ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്, അവസാനത്തെ ഭാഗം ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. പക്ഷേ അപ്പോഴും അവളുടെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം അവൾ പറയുമ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ടായിരുന്നു, അതായത് നാവിനൊരു വഴുക്കലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവളുടെ പേരിൻ്റെ തുടക്കത്തെ ഭാഗം പറയുമ്പോഴും അവൾക്കൊരു ചെറിയ നാവിന് ഒരു വഴുതലുണ്ടായിരുന്നു. ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാവിന് വഴുതലുണ്ടാകുക എന്നാണ് അർത്ഥം. നമ്മുടെ ഗേറ്റ് കുൻഹിസിരുതയുടെ അവസാനത്തെ ഭാഗം ശരിയാക്കിയെങ്കിലും അവൾക്ക് അവളുടെ ഫസ്റ്റത്തെ കുൻഹിസിരുതയുടെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം ശരിയാക്കാൻ സാധിച്ചില്ല. ഗേറ്റ് കുൻഹിസിരുതയോട് പറയുകയാണ്, ഹായ് ഗേറ്റ്, ഹായ് ഗേറ്റ്. കുൻഹിസിരുത വേവ്ഡ് ബാക്ക്, കുൻഹിസിരുത തിരിച്ച് കൈയാട്ടി. വേവ്ഡ് എന്ന് പറഞ്ഞാൽ കൈയാട്ടി, ബാക്ക് തിരിച്ച്. ഗേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻഡ്. ഗേറ്റ് അവളുടെ ആൻറ്റിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുകയായിരുന്നു. ഗേറ്റ് വാസ് ഗോയിങ്, ഗേറ്റ് പോകുകയായിരുന്നു. ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുകയായിരുന്നു. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, വിത്ത് ഹെർ ആൻഡ്, അവളുടെ ആൻറ്റിൻ്റെ കൂടെ. There were 24 students in grade I. ഗ്രേഡ് ഐയിൽ, അതായത് നമ്മുടെ ഡിവിഷൻ ഉണ്ടാവുമല്ലോ, ഡിവിഷൻ ഐയിൽ ആകെപ്പാടെ 24 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആകെപ്പാടെ 24 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. There were 24 students. അവിടെ 24 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇൻ ഗ്രേഡ് ഐ, ഗ്രേഡ് ഐയിൽ. കുൻഹിസിരുത വാസ് നോട്ട് ഓൺലി, കുൻഹിസിരുത മാത്രമായിരുന്നില്ല നോൺ അമേരിക്കൻ, ഒരു അമേരിക്കക്കാരി അല്ലാത്തത്, സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്, അവളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിട്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. എന്താണ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവളുടെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയായിട്ട്, അമേരിക്കക്കാരി അല്ലാത്തവളായിട്ട് കുൻഹിസിരുത മാത്രമായിരുന്നില്ല. ഇൻഫാക്റ്റ് സത്യത്തിൽ നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ്, പകുതിയോളം കുട്ടികൾ, ഏകദേശം പകുതിയോളം കുട്ടികൾ. നിയർലി എന്ന് പറഞ്ഞാൽ ഏകദേശം, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ ഏകദേശം പകുതിയോളം കുട്ടികൾ ബിലോങ്ഡ് ഉൾപ്പെട്ടിരുന്നു ടു ഇമിഗ്രേറ്റ് ഫാമിലീസ്, കുടിയേറിപ്പാർത്ത കുടുംബങ്ങളിൽ. അപ്പോൾ അവളുടെ ക്ലാസ്സിൽ പകുതിയോളം കുട്ടികൾ കുടിയേറിപ്പാർത്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു, അതായത് പല നാടുകളിൽ നിന്നും വന്നവരായിരുന്നു. അപ്പോൾ ഇമിഗ്രേറ്റ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ കുടിയേറിപ്പാർത്ത കുടുംബങ്ങൾ. ദർ വർ സ്റ്റുഡൻസ്, അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്ത് ആൻഡ് ചൈന. അപ്പോൾ അവിടെ കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന എന്നീ കൺട്രികൾ, അതായത് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. കുൻഹിസിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ, കുൻഹിസിരുത മാത്രമായിരുന്നു ആകെയുള്ള ഒരു ഇന്ത്യൻ. ഓക്കെ. കുൻഹിസിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. കുൻഹിസിരുത കണ്ടുമുട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. കം അക്രോസ്, കണ്ടുമുട്ടി. മെനി ഇന്ത്യൻസ്, നിരവധി ഇന്ത്യൻസിനെ, അതായത് നിരവധി ഇന്ത്യയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി ഇന്ത്യക്കാരെ. ഓൺ ദ സ്ട്രീറ്റ്, ആ ഒരു തെരുവിൽ, നമ്മുടെ കുൻഹിസിരുത ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തെരുവിലേക്ക് നോക്കുകയല്ലേ, അപ്പോൾ ആ ഒരു തെരുവിൽ അവൾ കുറേ ഇന്ത്യക്കാരെ കണ്ടു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ്, അവൾക്കൊരു സന്തോഷകരമായ അത്ഭുതമുണ്ടായി. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത്ഭുതം. വെൻ ഷീ മെറ്റ് പ്രകാശ്, അവൾ പ്രകാശിനെ കണ്ടപ്പോൾ അവൾക്കൊരു സന്തോഷകരമായ അത്ഭുതമുണ്ടായി. എന്താണ് മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. പ്രകാശ് റാൻ എ കൺഫെക്ഷനറി. പ്രകാശ് ഒരു പലഹാരക്കട നടത്തിയിരുന്നു. കൺഫെക്ഷനറി എന്ന് പറഞ്ഞാൽ പലഹാരക്കട. റാൻ നടത്തിയിരുന്നു.
നിയർ ഹെർ സ്കൂൾ, അവളുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവളുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് പ്രകാശ് ഒരു പലഹാര കട നടത്തിയിരുന്നു. പ്രകാശ് ഒരു ഇന്ത്യനാണ് കേട്ടോ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. കുൻഹിച്ചിരുത തൗട്ട്, കുൻഹിച്ചിരുത ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ഹി ലുക്ക്ഡ്, അവനെ കാണപ്പെട്ടു. ഹി ലുക്ക്ഡ്, അവനെ കാണപ്പെട്ടു. റിമാർക്കബിളി എന്ന് പറഞ്ഞാൽ അതിശയകരമായി. റിമാർക്കബിളി എന്ന് പറഞ്ഞാൽ അതിശയകരമായി. ലൈക്ക് ഹർ അങ്കിൾ, അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷിനെ പോലെ. ആരെപ്പോലെ? ഹരീഷിനെ പോലെ. അപ്പോൾ ഈ പ്രകാശിനെ കണ്ടാൽ അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷിനെ പോലെ കാണപ്പെട്ടു. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ, പ്രകാശിനെ മാത്രമായിരുന്നു കുറച്ച് കൂടുതലായി വയസ്സായതുപോലെ കാണപ്പെട്ടിരുന്നത്. പ്രകാശിനെ മാത്രമായിരുന്നു വയസ്സായതുപോലെ കാണപ്പെട്ടിരുന്നത്. അപ്പോൾ അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷ് അത്ര വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രകാശിനെ കാണുമ്പോൾ ഭയങ്കര പ്രായം തോന്നുമായിരുന്നു. പക്ഷെ പ്രകാശിൻ്റെ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഹരീഷിനെ കാണാനും. അതായത് ഹരീഷ് ആരാണ്? കുൻഹിച്ചിരുതയുടെ അങ്കിളാണ് ഹരീഷ്. അപ്പോൾ ഹരീഷിനെ കാണാനും പ്രകാശിനെ പോലെ ആയിരുന്നു. ബട്ട് ഹരീഷ് അത്ര പ്രായം തോന്നില്ലായിരുന്നു. ഹരീഷിനെ കണ്ടാൽ പ്രായം തോന്നില്ലായിരുന്നു. ബട്ട് പ്രകാശിനെ കണ്ടാൽ കുറച്ച് പ്രായം തോന്നുമായിരുന്നു. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ, അപ്പോൾ അവളുടെ മുത്തശ്ശൻ്റെ അത്രത്തോളം വയസ്സായിരുന്നു. ആര്? പ്രകാശ്. അപ്പോൾ പ്രകാശ് അവളുടെ മുത്തശ്ശൻ്റെ അത്രത്തോളം പ്രായമായിരുന്നു. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ, അവൻ അവളെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ആര്? പ്രകാശ് നമ്മുടെ കുൻഹിച്ചിരുതയെ വളരെ ആകാംക്ഷയോടെ നോക്കി. ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ക്യൂരിയസ്ലി ആകാംക്ഷയോടെ. എപ്പോഴാണ് അങ്ങനെ ആകാംക്ഷയോടെ നോക്കിയത്? ദ ഫസ്റ്റ് ടൈം ഷീ ബൗഡ് സം ക്യാൻഡി ഫ്രം ദ സ്റ്റോർ, ആ ഒരു സ്റ്റോറിൽ നിന്നും ആദ്യമായിട്ട് ക്യാൻഡി വാങ്ങിയപ്പോഴാണ് അവളെ അങ്ങനെ ഒരു ആകാംക്ഷയോടെ ആര് നോക്കിയത്? നമ്മുടെ പ്രകാശ് നോക്കിയത്. ദ ഫസ്റ്റ് ടൈം, ആദ്യത്തെ സമയം ഷീ ബൗട്ട്, അവൾ വാങ്ങിച്ചപ്പോൾ. ബൗട്ട് എന്ന് പറഞ്ഞാൽ വേടിക്കുക, വാങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. സം ക്യാൻഡി, കുറച്ച് ക്യാൻഡി എന്ന് പറഞ്ഞാൽ മിഠായി. ഫ്രം ദ സ്റ്റോർ, ആ ഒരു സ്റ്റോറിൽ നിന്നും. ഓൾ ഹെർ ക്ലാസ്മേറ്റ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്, അവളുടെ ക്ലാസ്സിലുള്ള എല്ലാ സഹപാഠികളും അദ്ദേഹത്തെ മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ്, അവളുടെ എല്ലാ സഹപാഠികളും കോൾഡ് ഹിം, അവനെ വിളിച്ചു. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിക്കുക. മിസ്റ്റർ പ്രകാശ്, ഇങ്ങനെയാണ് വിളിച്ചത്? മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കുൻഹിച്ചിരുത thought it rude, കുൻഹിച്ചിരുത ചിന്തിച്ചു ഇത് മോശമാണെന്ന്. thought എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. റൂഡ് എന്ന് പറഞ്ഞാൽ മോശം. ബാക്ക് ഹോം ഇൻ കേരള, കേരളത്തിലുള്ള വീട്ടിൽ ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം, അവൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പ്രകാശ് അങ്കിൾ എന്നായിരുന്നു. അവൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? പ്രകാശ് അങ്കിൾ എന്നായിരുന്നു. പക്ഷേ ഇവിടെ കുട്ടികളെല്ലാം എന്താണ് വിളിക്കുന്നത്? മിസ്റ്റർ പ്രകാശ് എന്നാണ്. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് ഇത്രയും മുതിർന്ന ഒരാളെ നമ്മൾ മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കുന്നത് മോശമാണ് എന്ന് അവൾ വിചാരിക്കുകയാണ്. ദ നെക്സ്റ്റ് ടൈം, അടുത്ത സമയം, ഷി വെൻറ്റ് ടു ദ സ്റ്റോർ, അവൾ ആ ഒരു സ്റ്റോറിലേക്ക് പോയപ്പോൾ, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോവുക. പ്രകാശ് പാറ്റഡ്, പ്രകാശ് തടവി. ഹെർ അഫെക്ഷനാറ്റ്ലി ഓൺ ഹെർ ഹെഡ്, വളരെ സ്നേഹപൂർവ്വം അവളുടെ തലയിൽ. അപ്പോൾ അവളുടെ തലയിൽ വളരെ സ്നേഹപൂർവ്വം ഒന്ന് തടവി. അഫെക്ഷനാറ്റ്ലി എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം. ഹെഡ് എന്ന് പറഞ്ഞാൽ തല. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ, അപ്പോൾ അദ്ദേഹം അവളോട് ചോദിക്കുകയാണ് എന്താണ് നിന്നെ ജനങ്ങൾ വിളിക്കാറുള്ളത് പ്രിയപ്പെട്ടവളെ. അപ്പോൾ വാട്ട് ഡു പീപ്പിൾ കോൾ യു, നിന്നെ ജനങ്ങൾ എന്താണ് വിളിക്കാറുള്ളത്? കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, പീപ്പിൾ ജനങ്ങൾ, ഡിയർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവളെ. അപ്പോൾ അദ്ദേഹം അവളുടെ പേര് ചോദിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുൻഹിച്ചിരുത പറയുകയാണ് എന്നെ വിളിക്കാറുള്ളത്, എങ്ങനെയാണ് വിളിക്കാറുള്ളത്? കുൻഹിച്ചിരുത എന്നാണ് വിളിക്കാറുള്ളത് എന്ന് കുൻഹിച്ചിരുത പറയുകയാണ്. പ്രകാശസ് ഐസ് വൈഡൻഡ്, പ്രകാശിൻ്റെ കണ്ണുകൾ വിടർന്നു. ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, വൈഡൻഡ് എന്ന് പറഞ്ഞാൽ വിടർന്നു. കുൻഹിച്ചിരുത, ഇവിടെ കുൻഹിച്ചിരുത എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു.
അതെന്താണ്? നമ്മളിപ്പോൾ ഒരാളുടെ ഒരു പേര് ചോദിക്കുമ്പോൾ അയാൾ ഇന്നതാണ് എൻ്റെ പേര് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ പേരൊന്ന് വീണ്ടും പറയും. കാരണം എന്തിനാ? ആ പേര് അതുപോലെ തന്നെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് കൃത്യത വരുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ പ്രകാശ് അങ്കിളും ആ പേര് വീണ്ടും എടുത്ത് പറയുകയാണ്. എന്താ പറഞ്ഞത്? കുൻഹി ചിരുത എന്ന് പറയുകയാണ്. കുൻഹി ചിരുത വാസ് ഡിലൈറ്റഡ്. അപ്പോൾ നമ്മുടെ കുൻഹി ചിരുത സന്തോഷിച്ചു. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു. കാരണം എന്താണെന്നറിയോ? പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. അതായത് അവളുടെ കുടുംബത്തിന് പുറത്തായിട്ട് ന്യൂ ജേഴ്സിയിൽ ആദ്യമായിട്ടൊരാളാണ് തൻ്റെ പേര് ഇത്രയും കൃത്യതയോടെ പറയുന്നത്. അപ്പോൾ പ്രകാശ് അങ്കിളാണ് തൻ്റെ പേര് ഇത്രയും കൃത്യതയോടെ ന്യൂ ജേഴ്സിയിൽ പറഞ്ഞ ആദ്യത്തെ ഒരു ആളെന്ന് പറയുന്നത്. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. പ്രകാശ് അങ്കിളാണ് ആദ്യത്തെ വ്യക്തി. പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നാണ് അർത്ഥം. ഔട്ട്സൈഡ് ഹെർ ഫാമിലി, അവളുടെ ഫാമിലിക്ക് പുറത്തായിട്ട്, അതായത് അവളുടെ ഫാമിലിയിലുള്ള ഒരു അംഗമല്ലാത്ത ഒരാൾ കൃത്യമായിട്ട് പേര് പറഞ്ഞു അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഔട്ട്സൈഡ് ഹെർ ഫാമിലി, അവളുടെ ഫാമിലിക്ക് പുറത്തായിട്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്. ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി, അവളുടെ പേര് വളരെ കൃത്യതയോടെ ഉച്ചരിച്ചത്. ഇൻ ന്യൂ ജേഴ്സിയിൽ. അപ്പോൾ പെർഫെക്റ്റ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി. ഷീ നോഡഡ് ഹെർ ഹെഡ്, അവളുടെ തല കുലുക്കി. ആൻഡ് ബീംഡ് അറ്റ് ഹിം, അവനെ നോക്കി, അദ്ദേഹത്തെ നോക്കി. നോഡഡ് എന്ന് പറഞ്ഞാൽ കുലുക്കി, ഹെഡ് തല, ആൻഡ് ബീംഡ് അറ്റ് ഹിം എന്നിട്ട് അദ്ദേഹത്തെ നോക്കി. ബീംഡ് എന്ന് പറഞ്ഞാൽ നോക്കി. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ മലയാളത്തിലേക്ക് മാറ്റി. പ്രകാശ് പെട്ടെന്ന് സ്വിച്ച്ഡ് മാറ്റി ഓവർ ടു മലയാളത്തിലേക്ക്. അതായത് അദ്ദേഹം ഇത്രയും നേരം ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചിരുന്നത്, പെട്ടെന്ന് അദ്ദേഹം മലയാളത്തിലേക്ക് മാറ്റി. എപ്പോഴാണ് മാറ്റിയത്? ഇതൊരു മലയാളി കുട്ടിയാണ് എന്ന് മനസ്സിലായപ്പോൾ. കാരണം പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ഇതൊരു മലയാളിയാണെന്ന്. നമ്മുടെ പ്രകാശ് മലയാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ ഒരു പേര് മലയാളികൾ ഇടുന്ന പേരാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊരു മലയാളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ മലയാളത്തിലേക്ക് മാറ്റി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുൻഹി ചിരുത? ഇപ്പോഴും കുട്ടികൾക്ക് കുൻഹി ചിരുത എന്ന് പറയുന്ന പേരുകളൊക്കെ ഉണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇപ്പോഴും കുട്ടികൾക്ക് കുൻഹി ചിരുത എന്നുള്ള പേരുകളൊക്കെ ഉണ്ടോ? ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ്? ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടോ? ലൈക്ക് കുൻഹി ചിരുതയൊക്കെ പോലെ. ഹി വാണ്ടേഡ് അലൗഡ്, അദ്ദേഹം ഉറക്കെ ചിന്തിച്ചു. അദ്ദേഹം ഉറക്കെ ചിന്തിച്ചു. വാണ്ടേഡ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ. പ്രകാശ് ആദ്യത്തെ വ്യക്തിയല്ല ടു വാണ്ടർ അബൌട്ട് കുൻഹി ചിരുതാസ് നെയിം. കുൻഹി ചിരുതയുടെ പേരിൽ അത്ഭുതപ്പെടുന്നു. അതായത് കുൻഹി ചിരുതയുടെ പേര് കേട്ട് അത്ഭുതപ്പെട്ട ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല ഈ പ്രകാശ് അങ്കിൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം, പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തി, പിന്നെ നെയിം എന്ന് പറഞ്ഞാൽ പേര്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ, അവൾ ഈ ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഫേസ് എന്ന് പറഞ്ഞാൽ നേരിടുക, ഫേസ്ഡ് എന്ന് പറഞ്ഞാൽ നേരിടുക. സെവറൽ ടൈംസ്, പല തവണ. സെവറൽ എന്ന് പറഞ്ഞാൽ പല, ടൈംസ് എന്ന് പറഞ്ഞാൽ തവണ. ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് എനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രായമായതിനു ശേഷം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, അതായത് അവളുടെ പേരിനെ കുറിച്ച് സംസാരിക്കാൻ പ്രായമായതിനു ശേഷം മുതൽ അവൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം പലതവണ നേരിട്ടിട്ടുണ്ട്. അതായത് കുൻഹി ചിരുത എന്നുള്ള പേര് ആരെങ്കിലും ഇടുമോ എന്നുള്ളൊരു ചോദ്യം അവൾ പലതവണ നേരിട്ടിട്ടുണ്ട്. എന്ന് മുതൽ? അവളുടെ പേര് എന്നാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ.
ഓഫ് കോഴ്സ് തീർച്ചയായും. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഷീ ന്യൂ അവൾക്കറിയാം. ഷീ ന്യൂ അവൾക്ക് അറിയാം. ന്യൂ എന്ന് പറഞ്ഞാൽ അറിയാം. വെരി വെൽ വളരെ നന്നായിട്ട്. ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം എങ്ങനെയാണ് അവൾക്ക് അവളുടെ ആ ഒരു പേര് ലഭിച്ചതെന്ന്. അപ്പോൾ അവൾക്ക് അവളുടെ ആ പേര് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് അവൾക്ക് വളരെ നന്നായിട്ട് അറിയാം. So she told him about her great-grandmother who became a school teacher at the age of 18. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ മുതുമുത്തശ്ശിയെക്കുറിച്ച് പറഞ്ഞു. മുതുമുത്തശ്ശിയെക്കുറിച്ച് പ്രകാശ് അങ്കിളിനോട് പറഞ്ഞു. ആ മുതുമുത്തശ്ശി 18-ാം വയസ്സിൽ സ്കൂൾ ടീച്ചറായിരുന്നു. സോ ഷീ ടോൾഡ് അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഷീ ടോൾഡ് അവൾ പറഞ്ഞു. ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അവനോട് പറഞ്ഞു അവളുടെ മുതുമുത്തശ്ശിയെ പറ്റിയിട്ട്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തശ്ശി. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തശ്ശി. ഹൂ ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അവൾ ഒരു സ്കൂൾ ടീച്ചറായി. ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയി. അറ്റ് ദ ഏജ് ഓഫ് 18 അറ്റ് ദ ഏജ് ഓഫ് 18 18-ാം വയസ്സിൽ. ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ്. ഷീ ഹാഡ് ഓൺലി സീൻ അവൾ ആകെ കണ്ടിട്ടുള്ളത്. ഷീ ഹാഡ് ഓൺലി സീൻ അവൾ ആകെ കണ്ടിട്ടുള്ളത്. സീൻ എന്ന് പറഞ്ഞാൽ കാണുക. എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഒരു മങ്ങിയ ഫോട്ടോ. എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ ഫോട്ടോ. ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ മങ്ങിയ. ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ. ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആരുടെ അവളുടെ മുതുമുത്തശ്ശിയുടെ. അപ്പോൾ അവൾ അവളുടെ മുതുമുത്തശ്ശിയുടെ ഒരു മങ്ങിയ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കുൻഹി ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ്ഡ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. പിന്നീട് കുൻഹി ചിരുത അവളുടെ അമ്മയിൽ നിന്നും പഠിച്ചു എന്തെന്നാൽ പ്രകാശ് അങ്കിൾ ഒരു വില്ലേജിലാണ് താമസിക്കുന്നതെന്നും വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ആ ഗ്രാമം ടൗണിൽ നിന്നും വളരെയധികം ദൂരത്തല്ല എന്നും അവൾ അമ്മയിൽ നിന്നും മനസ്സിലാക്കി. കുൻഹി ചിരുത ലേറ്റർ ലേൺഡ് കുൻഹി ചിരുത പിന്നീട് പഠിച്ചു. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. ഫ്രം അമ്മ അമ്മയിൽ നിന്നും. ദാറ്റ് പ്രകാശ് ബിലോങ്ഡ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ അവളുടെ ടൗണിൽ നിന്നും അത്ര ദൂരത്തല്ലാത്ത ഒരു ഗ്രാമത്തിലാണ് പ്രകാശ് അങ്കിൾ ഉള്ളത് എന്ന്. ഹീ ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ അദ്ദേഹം അമേരിക്കയിൽ എത്തിയത് ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പാണ്. ഹീ ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക അദ്ദേഹം അമേരിക്കയിലെത്തി. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം. ഹാഫ് എ സെഞ്ച്വറി എഗോ അരനൂറ്റാണ്ട് മുമ്പ്. എഗോ എന്ന് പറഞ്ഞാൽ മുമ്പ്. ഹാഫ് എന്ന് പറഞ്ഞാൽ അര എന്നാണ് അർത്ഥം. പകുതി എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഹാഫ്. സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പ്രിംഗ് അവധി ഉണ്ടായിരുന്നു. അതായത് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീസണാണ്, ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു സ്പ്രിംഗ് കാലയളവിൽ ഒരു അവധി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? എ ഗേൾ നെയ്മഡ് ഒരു പെൺകുട്ടി. നെയ്മഡ് ആൻറ്റോയിനിറ്റി അവളുടെ പേര് ആൻറ്റോയിനിറ്റി എന്നാണ്. ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ടൂക്ക് അഡ്മിഷൻ ഇൻ കുൻഹിചിരിദാസ് ക്ലാസ് കുൻഹിചിരിതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. ടൂക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പ്രവേശനം. ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസെല്ലീസ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിലെ മാർസെല്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിൽ നിന്നാണ് അവൾ വരുന്നത്. ഷീ വാസ് അവളായിരുന്നു. ഫ്രം എ സിറ്റി ഒരു സിറ്റിയിൽ നിന്നും. കോൾഡ് മാർസെല്ലീസ് എന്ന് പറയുന്ന സിറ്റി. ഇൻ ഫ്രാൻസിലുള്ള. അപ്പോൾ ഫ്രാൻസിലുള്ള മാർസെല്ലീസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്നുമാണ് അവൾ വരുന്നത്. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി അവളുടെ ഉമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെർ മദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർ മദർ എന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മ. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ. വാസ്
വർക്ക് ചെയ്യുകയായിരുന്നു ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ, കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് കമ്പനി എന്ന്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന കമ്പനീനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി. ആ ഒരു കമ്പനി നമ്മളുടെ രാജ്യത്തേതാണെങ്കിലും ആ ഒരു കമ്പനി മറ്റ് രാജ്യത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനിയെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയാറുള്ളത്. ഷീ വാസ് ഗിവൻ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. ഇവിടെ ഷീ എന്ന് പറയുന്നത് ആ ഒരു പുതിയ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആൻറ്റോണിറ്റിയുടെ ഉമ്മയാണ് ഇവിടെ ഷീ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഷീ വാസ് ഗിവൻ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ അവൾക്ക് ന്യൂ ജേഴ്സിയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബം താമസം മാറി. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബം. റീലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ താമസം മാറി. ആൻറ്റോണിറ്റി ആൻഡ് കുൻഹിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. ആൻറ്റോണിറ്റിയും അതുപോലെ കുൻഹിച്ചിരുതയും വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ. കുൻഹിച്ചിരുത വാസ് എമ്യൂസ്ഡ്. കുൻഹിച്ചിരുത വളരെയധികം സന്തോഷിച്ചു. To find that her classmates and teachers had trouble pronouncing Antoinette name too. അവൾ കണ്ടെത്തി എന്തെന്ന് വെച്ചാൽ അവളുടെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനും അതുപോലെ സഹപാഠികൾക്കും ആൻറ്റോണിറ്റിയുടെ പേര് പറയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ കണ്ടെത്തിയപ്പോൾ അവൾക്ക് അതൊരു സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവളുടെ പേര് ആർക്കും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ തൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് അപ്പോൾ നമ്മുടെ കുൻഹിച്ചിരുതയ്ക്ക് ഉണ്ടായത്. ട്രബിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ട്രബിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. മോസ്റ്റ് ഓഫ് ദം എന്ന് പറഞ്ഞാൽ അധിക പേരും. പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആൻറ്റോയിനെറ്റ്. അധിക പേരും എങ്ങനെയാണ് ഉച്ചരിച്ചത്? ആൻറ്റോയിനെറ്റ് എന്നാണ് ഉച്ചരിച്ചത്. എന്താണ്? ആൻറ്റോയിനെറ്റ്. പക്ഷെ അവളുടെ പേരെങ്ങനെയാണ്? ആൻറ്റോയിനെറ്റി എന്നാണ്. ബട്ട് കുൻഹിശ്രിത, പക്ഷേ കുൻഹിശ്രിത ലേൺഡ് ഫ്രം ആൻറ്റോയിനെറ്റി. ആൻറ്റോയിനെറ്റിയിൽ നിന്നും പഠിച്ചു ദാറ്റ് ദ നെയിം ഔട്ട് ടു ബി പ്രൊനൗൺസ്ഡ്. എന്തെന്ന് വെച്ചാൽ ആ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടതാണ്. ഔട്ട് ടു ബി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഓങ് ത്വാ നെറ്റ് എന്ന്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഓങ് ത്വാ നെറ്റ് എന്ന്. കുൻഹിച്ചിരുത ട്രൈഡ്. കുൻഹിച്ചിരുത ശ്രമിച്ചു ടു സേ ഇറ്റ് ദാറ്റ് വേ. ആ ഒരു രീതിയിൽ പറയാൻ വേണ്ടിയിട്ട്. സേ എന്ന് പറഞ്ഞാൽ പറയുക, വേ എന്ന് പറഞ്ഞാൽ രീതി, ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ എന്നാണ് അർത്ഥം. അപ്പോൾ ദാറ്റ് വേ എന്ന് പറഞ്ഞാൽ ആ രീതി. പിന്നെ എന്താണ്? ഷീ ഫൗണ്ട് ഹെർ സർപ്രൈസ്. അവൾക്ക് അത്ഭുതം തോന്നി. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്ഭുതം തോന്നി ദാറ്റ് ഷീ ഗോട്ട്. എന്തെന്ന് വെച്ചാൽ അവൾക്ക് ലഭിച്ചു. ഗോട്ട് എന്ന് പറഞ്ഞാൽ ലഭിച്ചു. ഇറ്റ് റൈറ്റ്, അത് ശരിയായിട്ട് ലഭിച്ചു. എന്താ ശരിയായിട്ട് ലഭിച്ചത്? ആൻറ്റോയിനെറ്റിയുടെ പേര് ശരിയായിട്ട് പറയാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്, കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ട്രയൽസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. കാരണം എന്തെന്നാൽ അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊന്നും എത്ര പറഞ്ഞിട്ടും അത് പ്രൊനൗൺസ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു, അതായത് അത് ഉച്ചരിക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ കുൻഹിച്ചിരുത അത് വളരെ പെട്ടെന്ന് പഠിച്ചു. ഷി വാസ് ഈക്വലി സർപ്രൈസ്ഡ്. അവൾ അതുപോലെ തന്നെ വീണ്ടും അത്ഭുതപ്പെട്ടു. ഷി വാസ് ഈക്വലി സർപ്രൈസ്ഡ്. അവൾ അതുപോലെ വീണ്ടും അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈക്വലി എന്ന് പറഞ്ഞാൽ അതുപോലെ, ഈക്വലി എന്ന് പറഞ്ഞാൽ അതുപോലെ. കാരണം എന്താണ്? ടു ഫൈൻഡ് ആൻറ്റോണിറ്റി പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ. ആൻറ്റോണിറ്റി അവളുടെ പേര് വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കുന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നി. ഫെയർലി വെൽ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി. എസ്പെഷ്യലി ദ നെഹ്, പ്രത്യേകിച്ച് ആ നെഹ് എന്നുള്ളത് പോലും ആൻറ്റോണിറ്റി വളരെ കൃത്യമായി പറഞ്ഞു. ആൻറ്റോണിറ്റി വിസിറ്റഡ് കുൻഹിച്ചിരുത അറ്റ് ഹെർ ഹോം. അപ്പോൾ ആൻറ്റോണിറ്റി കുൻഹിച്ചിരുതയെ സന്ദർശിച്ചു. വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു. അറ്റ് ഹെർ ഹോം, അവളുടെ വീട്ടിലേക്ക്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. കുൻഹിച്ചിരുത ഫൗണ്ട് ഹെർ അമ്യൂസ്മെൻറ്റ്. കുൻഹിച്ചിരുതയ്ക്ക് അത് വളരെയധികം രസമായി തോന്നി. അമ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രസം. ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ആൻറ്റോണിറ്റീസ് നെയിം. അതായത് അമ്മയ്ക്ക് ആൻറ്റോണിയുടെ പേര് കൃത്യമായി പറയാൻ സാധിച്ചില്ല. അമ്മ കുഡ് നോട്ട് സേ ആൻറ്റോണിറ്റീസ് നെയിം റൈറ്റ്. അമ്മയ്ക്ക് ആൻറ്റോണിയുടെ പേര് കൃത്യമായി പറയാൻ സാധിച്ചില്ല. റൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി.
സോ അതുകൊണ്ട് തന്നെ ഷീ ഹാഡ് ടു ബിക്കെയിം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക് അവളുടെ ഉമ്മയുടെ ലാംഗ്വേജ് ടീച്ചറുടേതായി മാറി. അതായത് അവളുടെ ഉമ്മ കേരളത്തിൽ നിന്ന് വന്നവളാണ്, അതുകൊണ്ട് തന്നെ അവളുടെ ഉമ്മ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു ടീച്ചർ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. പക്ഷേ ആൻ്റോണിറ്റിയുടെ പേര് ഉച്ചരിച്ചപ്പോൾ അവളുടെ ഉമ്മ ടീച്ചറായി മാറി. അതായത് ടീച്ചർക്ക് കിട്ടാത്തതുപോലെ നമ്മുടെ ഉമ്മാക്കും കിട്ടാതായി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.